ഹലോ, ഇന്ന് നമുക്ക് ശ്രീ പുരന്ദരദാസരിനെ കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് അദ്ദേഹത്തിന് നമ്മുടെ സംഗീതത്തിൽ, പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിൽ ഇത്ര പ്രാധാന്യം? അദ്ദേഹത്തെ നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ പിതാമഹൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം 1484 കർണാടകയിലെ ബില്ലാരി ജില്ലയിലുള്ള പുരന്ദരഘട്ട് എന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹമാണ് നമ്മൾ ഇന്ന് കാണുന്ന സംഗീതത്തിന് ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കിയത്. ഗീതങ്ങൾ, സ്വരങ്ങൾ, വരിശകൾ, പലതരത്തിലുള്ള അലങ്കാരങ്ങൾ, ഇതെല്ലാം കണ്ടുപിടിച്ച് സംഗീതത്തിന് ഒരു പാഠ്യപദ്ധതിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു ആളാണ് പുരന്ദരദാസർ. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയോടെ പഠിച്ചാൽ ആർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പാടാൻ സാധിക്കും എന്നുള്ള ഒരു നിലയിലേക്ക് നമുക്ക് കർണാടക സംഗീതത്തിനെ കൊണ്ട് എത്തിക്കാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഈ വലിയ കോൺട്രിബ്യൂഷനാണ്. ഒത്തിരി ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് അതിനകത്തുണ്ട്, എന്നാലും ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഒരു അടിസ്ഥാനം അതിനുണ്ടാക്കി വെച്ചത്. വേറൊരു കാര്യം കൂടെ അദ്ദേഹത്തിന് നമുക്ക് തരാൻ പറ്റി, അതായത് മായാമാളവ ഗൗള രാഗത്തിൽ തന്നെ നമ്മുടെ ആദ്യ പാഠ്യപദ്ധതികൾ പാടണം എന്നുള്ള ഒരു ചിട്ട അദ്ദേഹം കൊടുത്തത് ഇതുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് മായാമാളവ ഗൗള ചൂസ് ചെയ്തത്? അതിന് സിമ്മട്രിക്കൽ ടെട്രാകോഡാണ് അതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ആദ്യത്തെ പകുതിയും രണ്ടാമത്തെ പകുതിയും പൂർവാർത്ഥവും ഉത്തരാർത്ഥവും ഒരേപോലെയാണെന്നർത്ഥം. അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് പാടിക്കാണിക്കാം. പല രാഗങ്ങൾക്കും സിമ്മട്രിക്കൽ അല്ല, ഒരുപോലെ അല്ല. പക്ഷെ ചില രാഗങ്ങൾക്ക് ഒരുപോലെയാണ്. അപ്പം എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കുന്നവർക്ക് കുറച്ച് ഈസി ആയിട്ട് ആ രാഗത്തിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം മായാമാളവ ഗൗള 15ാമത്തെ 72 മേള സ്കീമിൽ 15ാമത്തെ രാഗമാണ് മായാമാളവ ഗൗള. 72 രാഗ പദ്ധതിയാണ് നമ്മളുടെ അടിസ്ഥാനമായിട്ടുള്ള. അതിൽ 15ാമത്തെ രാഗമാണ് ശ്രീ പുരന്ദരദാസർ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്ത് തന്നത്. അതിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെയാണ് നമ്മൾ പാടുന്നത്. സാരി ഗമ പാധ നീ സാ നി ധ പ മ ഗ രി സ സാരി ഗമ പാദ നീ സാ നി ധ പ മ ഗ രി സ സാരി ഗമ പദ നീ സാ നി ധ പ മ ഗ രി സ സരി ഗമ പദ നീ സാ നി ധ പ മ ഗ രി സ സരി ഗമ പദ നീ സാ നി ധ പ മ ഗ രി സ. അപ്പൊ ഇത് 4 കാലത്തിലാണ് ഞാനിപ്പോൾ പാടിയത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദ്യത്തെ സരിഗമ എന്നുള്ള പോർഷൻ പാടുന്ന ഏകദേശം ഒരു സിമ്മട്രിക്കലായിട്ടാണ് പദനിസയും നമ്മൾ പാടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വന്ന ഒരു ഐഡിയ ഇല്ലാതെ, സ്വരങ്ങളെ കുറിച്ചോ രാഗത്തിനെ കുറിച്ചോ ഒരു ഐഡിയ ഇല്ലാതെ ഇരിക്കുന്ന തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെസ്റ്റേൺ സംഗീതം സ്റ്റാർട്ട് ചെയ്യുന്നത് ശങ്കരാഭരണത്തിലാണ്. അത് സിമ്മട്രിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ ഇത്രയും സിമ്മട്രിക്കൽ അല്ല, പക്ഷെ എന്നാലും നമ്മൾ ഏകദേശം അതും ഇതേപോലെ തന്നെ എളുപ്പം ഉള്ള ഒരു രാഗമാണ് വെസ്റ്റേൺ സംഗീതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രീയ സംഗീതത്തിൽ ഇത് എടുത്തത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുറേ കോൺട്രിബ്യൂഷൻ, പദങ്ങൾ, ജാവളി, തില്ലാന, ഇങ്ങനെയൊക്കെയുള്ള പല പല കോമ്പോസിഷൻസ്, കീർത്തനങ്ങൾ ഉൾപ്പെടുത്തിയത്, താനവർണ്ണങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളമായിട്ടുള്ള പലതരത്തിലുള്ള സംഗീത രൂപങ്ങൾ നമുക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി തന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹം 1564 മരണപ്പെടുന്നത്. അപ്പം ശ്രീ പുരന്ദരദാസരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെ സംബന്ധിച്ച്, സംഗീതം പഠിക്കുന്ന ഏതൊരു ആളെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ്. കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.